ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അൻവിൻ ജോസ് നമ്മുടെ മൊട്ട എയറിലായത് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 2 ദിവസം ഇപ്പോൾ ഇതന്നെയൊക്കെ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം. പിന്നെ അതോടനുബന്ധിച്ച് നമ്മുടെ ഈഗിള് ഇന്നലെ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് എന്ത് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് എൻ്റെ ഒരു വ്യൂ പോയിന്റ്സും തോട്ട്സും പറയാനാണ്. അപ്പോൾ ആദ്യം നമ്മുടെ അൻവിൻ ജോസിനെ എക്സ്പോസ് ചെയ്ത സംഭവം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതൊന്ന് കണ്ടോക്കി നോക്കാം ആ വീഡിയോ. മീറ്റ് അൻവിൻ ജോസ്. UK-ല് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023-ൽ റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK-ൽ നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK-ൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11-ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? കറന്റ്ലി ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കാണോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ൽ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017-ൽ അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. See you in part 2. അപ്പൊ ഇതാണ് ഫസ്റ്റ് എക്സ്പോസ് ആയ വീഡിയോ. സംഭവം എന്ന് വെച്ചാല് ഈ മൊട്ട മറ്റേ UK-ൽ ഭയങ്കര റിച്ച് ലക്ഷറി ലൈഫൊക്കെ എക്സ്പോസ് അങ്ങനത്തെ ഒരു ബ്ലോഗറാണ്. അതായത് കുറെ റീൽസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ആള് ഫുള്ള് എന്ത് ചെയ്ത് കുറച്ച് നായ്ക്കളൊക്കെ ഡോഗ്സ് ലവറാണ്. പിന്നെ എന്ത് ചെയ്ത് റിട്ടയർമെന്റ്, അതായത് ജോലിയൊക്കെ നിർത്തിയിട്ട് അയാൾ ബിസിനസ് നിന്നൊക്കെ റിട്ടയർമെന്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നല്ല ഫ്രീ ആയിട്ട് വീട്ടിലിങ്ങനെ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ആള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഔട്ട് ഇറക്കിയിരുന്നത്. ആള് ഫുള്ള് അത്രയും ബാങ്ക് ബാലൻസ് ഉണ്ട്, 2 മൊബൈൽ നമ്പർ അത്ര ബാലൻസ് ഉണ്ട്, 21 വണ്ടി ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാധനങ്ങളാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുള്ള് സിഗ്മ കളിയൊക്കെ ആയിരുന്നു. സിഗ്മ അടിയറ പെണ്ണില്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് സമാധാനമാണ് വലുത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സിഗ്മ. അതൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് യങ്സ്റ്റേഴ്സ് മൊത്തം കയ്യിലെടുക്കാനുള്ള ഒരു പാറ്റേൺ ഓഫ് വീഡിയോസ് ആണ് ആള് ചെയ്തിരുന്നത്. മൊത്തം ആള് സക്സസ് ആയിരുന്നു. ഒന്നില്ലെങ്കിൽ ഇയാളിപ്പോ മില്യനെയർ അല്ലെങ്കിൽ കൂടി ഇത്ര അധികം ഏകദേശം 1 മില്യൺ ഫോളോവേഴ്സ് അടുത്ത ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഇത്ര അധികം ആൾക്കാരെ ആൾക്ക് പറ്റിച്ചിട്ട് അത്രയും ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മൾ ആൾ അത്ര ഒരു മില്യനെയർ ആണ് എന്ന് തോന്നിപ്പിച്ച് ഇത്രയധികം കാറുകളൊക്കെ ഉണ്ട് വിശ്വസിപ്പിച്ച് ആൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ എടുത്തതിൽ ആള് സക്സസ്ഫുൾ ആണ്. പക്ഷെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലല്ലേ. ഇപ്പൊ ഇതൊക്കെ സംഭവം എക്സ്പോസ് ആയിട്ട് ആളൊരു സ്കാമറാണ്. ആളുടെ സ്കാം വീഡിയോസ് ഒക്കെയാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുടെ സ്കാംസ് അത് ഇപ്പൊ മെയിൻ ആയിട്ട് ആൾ എക്സ്പോസ് ആകാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ആളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാല് മുന്നേ കുറെ ഫോറിനേഴ്സ് ചെയ്തൊരു സെയിം പാറ്റേൺ ആണ്. ഒരു ലക്ഷറി ലൈഫ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യുക. പിന്നീട് അവര് എന്ത് ചെയ്യുന്ന വെച്ചാല് നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്ത്
മില്യനെയർ ആവണോ അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് വേണോ എന്ന് വെച്ചിട്ട് അവരൊരു കോഴ്സ് അല്ലെങ്കിൽ അവരൊരു ട്രേഡിങ് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്തൊരു ഇതായിരിക്കും, ഒരു സ്കാമിങ് പ്രോഗ്രാം ആയിരിക്കും. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ പൈസ പോകണ ഒരു ടൈപ്പ് ഓഫ് സ്കാം കുറെ ഫോറിനേഴ്സ് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ സെയിം പാറ്റേൺ വെച്ചിട്ടാണ് ഇപ്പോൾ ആൾ ചെയ്യുന്ന കണ്ടിട്ടാണ് പലർക്കും ഇതിപ്പോൾ അതാണ് ഒരു ഫ്ലോപ്പ് വന്നത് ആളുടെ. ഇപ്പോൾ ആളിപ്പോൾ ഏകദേശം ആ ഒരു കോഴ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ആളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ആള് എയറിൽ പോയ സംഭവം. ഇപ്പോൾ ആൾക്ക് ഒരു പെണ്ണ് എന്തോ ഉണ്ടായിരുന്നു അവിടെ, ആ പെണ്ണിൻ്റെ വിസയിലാണ്. അങ്ങനെ ഇപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആളുടെ എക്സ്പോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈഗിളിന്റെ തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ ഈഗിളിനെ ഇപ്പൊ കുറെ വീഡിയോസ് ഈഗിളിന്റെ തന്നെ പോഡ്കാസ്റ്റിൽ വന്നിരുന്നു. പിന്നെ കുറെ ഫോട്ടോസ് ഈഗിളായിട്ട് ആള് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറീസിലൊക്കെ ആയിട്ട് പങ്കുവെച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈഗിളിനെ കുറിച്ച് ഇതിലെന്തോ ബന്ധം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷനൊക്കെ ആൾക്കാർ കുറെ പേര് കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരാൾ ഇപ്പൊ കുറെ ഇന്നലത്തെ ഒരു ലൈവ് കണ്ടിരുന്നു ഈഗിളിന്റെ. അപ്പൊ ഈഗിളിന്റെ സ്ട്രീം കണ്ടപ്പോ ഈ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ലൈവിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ലൈവ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതായത് മുന്നേ എസ്റ്റാബ്ലിഷ്ഡ് ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് നമുക്ക് അതിൽ കമന്റോ ഇല്ലെങ്കിൽ ഒരു മെസ്സേജോ അതിൽ ഇടാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ എഴുതി കാണിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു, ഏത് കമന്റ് സെക്ഷൻ ആസ് റെസ്ട്രിക്റ്റഡ് ടു ദി എസ്റ്റാബ്ലിഷ്ഡ് ഫോളോവേഴ്സ് ഇങ്ങനെ സാധനം ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കമന്റ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പൊ അതിൽ ചോദിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പിന്നെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് അത് കണ്ടപ്പോ എന്ത് ചെയ്ത് എനിക്ക് തോന്നിയ ഒരു വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അല്ലാണ്ട് കുറച്ച് അപരാധങ്ങളായിട്ട് വിളിച്ച് പറയാനോ ഇല്ലെങ്കിൽ ആരും കരി വാരി തേക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. ഇല്ലെങ്കിൽ ഞാനൊരാളുടെ സൈഡ് നിന്നിട്ടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ നെഗറ്റീവ് മാത്രം എടുത്ത് സംസാരിക്കാനും അല്ല ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയണെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഏതെങ്കിലും ആരാധകരുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ എന്താന്ന് വ്യക്തമായി മൊത്തം കേട്ടതിന് ശേഷം മാത്രം കമന്റ് ഇടുക. അല്ലെങ്കിൽ സാറേ എന്ത് പൊതിഞ്ഞ് എന്നാലും എന്ന് പറഞ്ഞവരുടെ ഒന്നും പറയാനില്ല, അവരെന്ത് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ഇട്ടോ, ഡോണ്ട് കെയർ. അപ്പൊ ഞാൻ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനും എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാനും വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ വീഡിയോയിൽ കിടക്കാൻ കണ്ടിട്ട് ഞാൻ പറയാം. ഈ തമ്മിലൊക്കെ നിങ്ങൾ കണ്ടോ? അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. അവനായിരുന്നു എൻ്റെ CA, ഇവനായിരുന്നു എൻ്റെ CA, ഇവന്റെ CA ആയിരുന്നു എൻ്റെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ടിൽ ഇട്ടെന്ന്. എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ഞാൻ പറയാണ്, എൻ്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഈവൻ ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ്, ഈവൻ ഇറ്റ്സ് എ പോലീസ്, എന്തോ ആയിക്കോട്ടെ. ഞാൻ പബ്ലിക്കലി പറയുക, ഞാൻ റെഡിയാണ്. അപ്പോ ഒരാള് ഞാൻ ഒരു തംബ്നെയില് കാണിച്ചു തരാം. ഞാൻ അവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് തംബ്നെയില്. ഇതാണ് തംബ്നെയില്. അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ടൊരു തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടുനോക്കി. ആ വീഡിയോയില് ആള് കൃത്യമായിട്ട് ആളങ്ങനെ ഇടാനുള്ള കാരണം തമ്മിൽ അങ്ങനെ ഇടാനുള്ള കാരണം ആള് ആ വീഡിയോ കണ്ടു നോക്കിയപ്പോ അതില് ഉള്ളിലുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും ഇവിടെ കുറെ ദിവസമായിട്ട് ഈ അൻവിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അൻവിൻ എൻ്റെ ടീഷർട്ട് കമ്പനിയിലെ ഒരു ഇൻവെസ്റ്ററാണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളും ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം എനിക്ക് കാണാൻ. അപ്പോ ഇതാണ് സംഭവം. കണ്ട, ഈഗിൾ എന്നെ മുന്നേ ഒരു സ്ട്രീമില് അൻവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആള് എൻ്റെ ഒരു ടീഷർട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റർ ആണ് എന്ന് ഈഗിൾ എന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഇൻവെസ്റ്റർ എന്ന് വെച്ചാല് പൈസ നമ്മുടെ ഒരു ബിസിനസ് ഫേമില് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ അങ്ങനെ റിവീൽ ചെയ്തിരിക്കുക. നമ്മുടെ ആൾക്കാർ കേൾക്കുന്ന ആരും ചിന്തിക്കുക ഇത്രയും പൈസ അതിൽ എന്ത് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു പോയിന്റ്. ഇപ്പൊ നമ്മുടെ ഒരു വ്യൂവർഷിപ്പിന്റെ ഒരു ചിന്താഗതി നോക്കുമ്പോ ഏത് പോയിന്റ് എന്താന്ന് വെച്ചാല് നേരെ ഈ അൻവി എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഒരു സ്കാമർ ആയിട്ടാണ് കാണുന്നത്. ആൾ സ്കാം ചെയ്ത പൈസ നേരെ ഇതില് ഇൻവെസ്റ്റർ ആണ് ഈഗിൾ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യൂവർഷിപ്പിൽ നിന്നാണ് ഈ ഒരു ക്രിയേറ്റർ നേരെ ഈ തംബ്നെയിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെന്തോ എന്താണ് കേസ് കൊടുക്കാൻ പോയെന്നോ ഡിഫമേഷൻ കൊടുക്കാൻ പോയെന്നാ എന്തോ പറഞ്ഞു ഈഗിള്. ഇതിന് ഡിഫമേഷൻ പോലെ എവിടെ നിൽക്കുന്നില്ല. കാരണം ഇങ്ങനത്തെ ഡിഫമേഷൻ പോലെ നിൽക്കാൻ പോണ കേസല്ലേ. ഏതെങ്കിലും ഒരു ചെറിയൊരു LLB പഠിക്കണ ഒരു വക്കീല് വരെ വാദിച്ചാ സിമ്പിളായിട്ട് ഊരിപ്പോരാ. കാരണം ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എൻ്റെ ഇൻവെസ്റ്റർ ആണ് എന്ന് പറയുന്ന ഒരു എവിഡൻസ് ആണ് അവർക്ക് പ്രൂഫായിട്ടുള്ളത്. അത്രയും വലിയ പ്രൂഫ് എൻ്റെ ഇൻവെസ്റ്റർ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയണമായിരുന്നു. എൻ്റെ ഇൻവെസ്റ്റർ ആവാൻ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്ന് വ്യക്തമായി പറഞ്ഞായിരുന്നു.
എൻ്റെ ഇൻവെസ്റ്റർ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ഈ ഇൻവെസ്റ്റർ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ട് ഒരാളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലാരിഫൈ ആണ്. പക്ഷെ ഇതില് എങ്ങനെ പോയാലും ആൾ എന്ത് ചെയ്ത് ഡിഫമേഷൻ കേസ് നിലനിൽക്കുകയേ ചെയ്യില്ല. അത്രയും ഡിജിറ്റൽ എവിഡൻസ് ആണ് അവിടെ ഉള്ള. നമുക്ക് ഇനി ബാക്കി നോക്കി നോക്കാം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാം, കുറച്ച് തോട്ട്സ് കൂടി എനിക്ക് ഷെയർ ചെയ്യാണ്ട് ബാക്കി കണ്ടോക്കി നോക്കാം. എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ പരുന്ത് ടാറ്റട എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ എനിക്ക് അതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല. അതിന്റെ പ്രൂഫ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത്, മനസ്സിലായ? അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോ ഒരു സംഭവം ഇത് ആരും ഉദ്ദേശിച്ച് വെച്ചാല് നമ്മുടെ അസ്കർ ടക്കി എന്ന് പറഞ്ഞത്. ഇപ്പൊ അസ്കർ ടക്കി എന്തോ ഇട്ടൊരു വീഡിയോ ഈഗിൾ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് അസ്കർ ടക്കി ചേഞ്ച് ആയിട്ട് ഒന്ന് എയറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സംഭവം അസ്കർ ടക്കി റിവെഞ്ച് ചെയ്താ തോന്നുന്നു. ഇപ്പൊ ഞാനൊരു സൈഡിൽ ഇടുന്നുണ്ട് ഈ സംഭവം. അസ്കർ ടക്കി സാറ് കണ്ടില്ലേ ഈ സാധനം? ഒരു ഫോട്ടോ ഇതിലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു BGM ഇട്ടിട്ട് ഈ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് ഇതിലിപ്പോ എവിടെയും ഈഗിളിനെ ഡിഫമേഷൻ ചെയ്യുന്നില്ല. ഇതിന് ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന പറയുന്നത്. ഇത് ഏത് രീതിക്കാണ് ഈഗിള് ലീഗലായിട്ട് ഡിഫമേഷൻ? എവിടെയാണ് ഇപ്പൊ അസ്കർ ടക്കി ജസ്റ്റ് ഒരു BGM ഇട്ടിട്ട് ഫോട്ടോ ഇട്ടിട്ടുള്ളൂ. ഇതില് ഒരു ഡിഫമേഷന് പോവാനുള്ളൊരു വകുപ്പ് ഞാൻ കാണുന്നില്ല. ഏത് വകുപ്പാണ്? എനിക്കൊരു സംശയം. ഞാൻ ഇന്നലെ ലൈവിൽ ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, ഏത് രീതിക്കാണ് അതൊരു ഡിഫമേഷൻ വരുന്നത്? എന്ത് ഈഗിളിന്റെ ഒരു BGM വെച്ചിട്ട് ഈഗിൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടേക്കണുള്ളൂ. അത് ഏത് രീതിക്ക് ഡിഫമേഷനിൽ ഏത് രീതിക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും? ഇനി ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും എങ്ങനെ വെച്ചാല് അക്കോർഡിംഗ് ടു IT Act 2000 Section 66E വയലേഷൻ ഓഫ് പ്രൈവസി. ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇത് വേറെ ആൾ യൂസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ലീഗലായിട്ട് മൂവ് ഒക്കെ ചെയ്യാം. പക്ഷേ ഇതുവരെ ഇപ്പൊ ഈഗിൾ അങ്ങനെ ഇതുവരെ വേറൊരാളുടെ കണ്ടന്റ് റിയാക്ട് ചെയ്യാത്ത ഒരാളായിരിക്കണം. ഇപ്പൊ എന്നെ വരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ അങ്ങനെ ലീഗലായിട്ട് മൂവ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്ത് അങ്ങനെ റിയാക്ട് ചെയ്യണ ഒരാള് പിന്നെ വേറെ ആള് റിയാക്ട് ചെയ്യുന്ന വെച്ചിന് അങ്ങനെ ഒരു സാധനം ഇട്ടേന് ലീഗൽ ഡിഫമേഷന് പോകാൻ പറ്റില്ല. എന്തായാലും ഇനി പോകാൻ പറ്റിയ ഈ IT Act പ്രകാരമാണ് എന്ത് ചെയ്ത് പ്രൈവസി നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അക്കോർഡിംഗ് ടു IT Act 2000 Section 66E പ്രകാരം വയലേഷൻ ഓഫ് പ്രൈവസിയുടെ പ്രകാരം നമുക്ക് എന്ത് ചെയ്ത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കോള് വന്ന് പിന്നെ പ്രത്യേക ഒരു കാര്യം, ഞാൻ അത് അസ്കർ ടെക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ അസ്കർ ടെക്കിലെ ആളൊന്നും എനിക്ക് ആളെ അറിയ പോലും ഇല്ല, ഞങ്ങൾ ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫ്രണ്ട്സോ ഇല്ല, ജസ്റ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അതൊക്കെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്. എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ പരുന്ത് ടാറ്റട എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ എനിക്ക് അതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല. അതിന്റെ പ്രൂഫ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത്, മനസ്സിലായ? അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അപ്പൊ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുത്ത ഒരാള് എന്തുകൊണ്ട് ഉത്തരം മുട്ടുമ്പോ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യം? അസ്കർ ടെക്കിക്ക് വ്യക്തമായി സോഷ്യൽ മീഡിയ മറുപടി കൊടുക്കണ ഞാൻ ഈഗിളിനെ സപ്പോർട്ട് ഫുള്ള്. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുത്തിരുന്ന ഒരാള് സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി കൊടുക്കണം. അവൻ സോഷ്യൽ മീഡിയയിലല്ലേ അണ്ണനെ ചെയ്തിട്ടുള്ളത്, ട്രോളിയിട്ട് BGM ഇട്ടിട്ട് ഫോട്ടോ ഇട്ടു. മറുപടി കൊടുക്ക്. ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ അത് ഡിഫമേഷൻ കൊടുക്കാനുള്ള സാധനം ഇല്ല അണ്ണാ. ഡിഫമേഷൻ കൊടുക്കാൻ ഇപ്പൊ എങ്ങനെ ഒരു BGM ഇട്ട് ഒരു ഡിഫമേഷൻ കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അണ്ണാ. അപ്പൊ അണ്ണൻ വ്യക്തമായിട്ട് നല്ലൊരു മറുപടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. മാത്രം ഞാൻ ഷെയർ ചെയ്യാണ്. അണ്ണന് ഇഷ്ടമുള്ള പോലെ ബാക്കി ഞാൻ ഒന്ന് കണ്ടോക്കട്ടെ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം. എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ പേര് എൻ്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ അല്ലെ എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ റിലേറ്റീവ്സിന്റെ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിന്റെ സൈഡിൽ നിന്ന് ₹1 എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി പോകുന്നു. പബ്ലിക്കായിട്ട് ഞാൻ പറയാണ്, കോണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം എറണാകുളത്ത് വരെ എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഞാൻ പറയാണ് എൻ്റെ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ സംഭവം ആള് പറയുന്നുണ്ട്. ആളുടെ പാൻ കാർഡിലുള്ള ഏത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷനും ആള് പൈസ മേടിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കാണിച്ചു തരാന്ന്. മേ ബി ആള് ചിലപ്പോ പൈസ മേടിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ സ്കാമേഴ്സൊക്കെ ഇപ്പൊ ആളൊരു സ്കാമർ ആയിട്ടാണ് ഇവിടെ എക്സ്പോസ് ആയി വരുന്നത്.
ഇപ്പൊ ഈ സ്കാമേഴ്സ് ഒക്കെ ചെയ്യണത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വരെ ചതിയിൽ പെട്ടൊരു സംഭവം ഉണ്ട്. ഈ സ്കാമേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് അവർ ഈ പറ്റിച്ച പൈസയാണ് ഇവരെ കയ്യിലുണ്ടാവുക. ഇതൊന്നും രേഖയില്ലാത്ത പൈസ ആയിരിക്കും, ഇത് ബ്ലാക്ക് മണി ആവും. അപ്പൊ ഇവരിൽ ഉണ്ടാവുക ബ്ലാക്ക് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഇതൊരിക്കലും ഇവരൊക്കെ ഇത് വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഏർണിങ്സ് വൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് സാധാരണ ഈ സ്കാമേഴ്സ് ഒക്കെ ചെയ്യാറ്. ഇപ്പൊ സ്കാമേഴ്സ് ബ്ലാക്ക് മണി ഒരിക്കലും ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്യില്ല. കാരണം അവർക്ക് ബാങ്ക് അക്കൗണ്ട് ത്രൂ, കാരണം ബ്ലാക്ക് മണി ആയതുകൊണ്ട് അവർക്ക് രേഖ ഉണ്ടാവില്ല. ഇപ്പൊ ഈ സംഭവം ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നാല് ഇപ്പൊ ഈ ഇപ്പൊ ഇയാള് സ്കാമർ ആണെന്ന് തെളിയിച്ചെങ്കിൽ എന്തായാലും ഇയാള് കുറെ പറ്റിച്ചുണ്ടായിരിക്കാം. ഇപ്പൊ സ്കാമർ ആണെന്നുള്ളതിന് വ്യക്തമായ പ്രൂഫും സാധനങ്ങളൊക്കെ വരട്ടെ. ഇപ്പൊ സാധനം കുറെ രേഖകളും കുറെ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അലിഗേഷൻ വരികയാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ആയിട്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈഗിൾ ബ്രോന് ഈ സാധനം സർവൈവ് ചെയ്യാന്നുള്ളതും കൂടി ശ്രദ്ധിച്ചോ. കാരണം ബാങ്ക് അക്കൗണ്ട് ത്രൂ പാൻ കാർഡ് എന്നുള്ള കൈമാറത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ സ്കാമേഴ്സ് ചെയ്യണ ഒരു നമ്മുടെ ഫ്രണ്ട്സ് വരെ ചതിക്കപ്പെടും. എൻ്റെ ഫ്രണ്ട്സ് വരെ ചതിക്കപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ടാണ് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവര് ബ്ലാക്ക് ആയിട്ടാണ് സാധനം ചെയ്യുക. അക്കൗണ്ട് ത്രൂ ഒരു ട്രാൻസാക്ഷൻ ഈ സ്കാമേഴ്സ് സാധാരണ ചെയ്യില്ല. ഇത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഡയറക്റ്റ് എൻ്റെ ഒരു കസിൻ ഫ്രണ്ട് ഇങ്ങനെ ഒരു ചതി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പൊ ഇങ്ങനെ ഈ സ്കാമേഴ്സ് കൊടുത്ത ബ്ലാക്ക് മണി വെച്ചെങ്കിൽ അക്കൗണ്ട് ത്രൂ രേഖ അക്കൗണ്ടോ അല്ലെങ്കിൽ പാൻ കാർഡിൽ ഏത് അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അത് എങ്ങനെ പ്രൂവ് ചെയ്യണ? ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്താൽ എങ്ങനെ പ്രൂവ് ചെയ്യും? ഇപ്പൊ അലിഗേഷൻ എന്തെങ്കിലും ചെയ്യണവർക്ക് എന്ത് അലിഗേഷൻസും ചെയ്യാം. ആരോപണങ്ങളെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മളാണ്, ഇപ്പൊ നമ്മളൊരു അലിഗേഷനിൽ പെട്ടുപോയാല് നമ്മൾ അങ്ങനെ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ ദിലീപ് ഒരു കള്ള കേസിൽ പെട്ടു. ഏത് ആരോപണം ഉയർത്തിയത് എന്താണ്? പൾസർ തുനി പറഞ്ഞു എന്ത് ചെയ്ത് ദിലീപ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് ദിലീപ് കേസിൽ വന്നു. ഇപ്പൊ എത്ര 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപ് കുറ്റവിമുക്തനാക്കുന്നത്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നത്. മനസ്സിലായി? അപ്പൊ അതിന്റെ സംഭവങ്ങൾ എന്ത് ചെയ്ത് നമ്മള് നോക്കണം. നമ്മള് ആരോപണങ്ങൾ വരുമ്പോ നമ്മൾ നമ്മൾ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് ചെയ്യല്ല വേണ്ടത്. ചുണക്കുട്ടിയായിട്ട് അതൊക്കെ നേരിടണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ലീഗലായിട്ട് അങ്ങനെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത്. ഇപ്പൊ ഡിഫമേഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഒരു ആരോപണം ഉയർത്തി അതിൽ വ്യക്തമായ തെളിവ് ആളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് ആളെ എന്താണ് ഇങ്ങനെ ഇട്ട് എന്നുള്ളത്. ഈഗിൾ ബ്രോന്റെ ലൈവ് കണ്ടതിന്റെ ശേഷമാണ് ഞാൻ ആ തമ്മിൽ ഇങ്ങനെ ഇടണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ തമ്മിൽ അങ്ങനെ ഇട്ട് എന്ന് ഞാൻ ആളുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കാണുന്നത്. ഈഗിൾ ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രോ എന്റെ ഇൻവെസ്റ്റർ ആണ് എന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഷോക്കായി പോയിട്ട്. സത്യം പറഞ്ഞാൽ ആരെയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു രീതിക്കല്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എന്നുള്ളത്. എൻ്റെ ഒരു വ്യൂ പോയിന്റ്സ് തോട്ട്സ് ഷെയർ ചെയ്യാൻ മാത്രമാണ്. ഇത് പലർക്കും പല രീതിയിലേക്ക് തോന്നാം, ഈ പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഡസിങ് കെയർ, ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് മാത്രം ഷെയർ ചെയ്യുന്നു. ബാക്കി കണ്ടോ? എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, എന്റെ സോഷ്യൽ മീഡിയ 1 രൂപ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്മിന്റെ കയ്യിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഈ കണ്ടന്റ് ഇട്ട് എല്ലാവരും തെളിയിക്കണം, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തെളിയിച്ചില്ലെങ്കിൽ ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ എന്റെ ഫോട്ടോയും എന്റെ തലയും വെച്ച് ഇട്ട കോണ്ടന്റ് ഇട്ട ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും. ഒരു ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതേ പോയിന്റിക്കാണ് സാധനം എത്തിയത്. സംഭവം വെച്ചാല് ഇതിപ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ വേറൊരു ക്രിയേറ്റേഴ്സ് പറഞ്ഞല്ലോ, ഇങ്ങനെ പൈസ വാങ്ങി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ക്രിയേറ്റേഴ്സ് ചെയ്തു എന്ന് പറയുന്നു. അവരുടെ ഉത്തരവാദിത്തം അല്ല ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഒരു ലീഗലായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാം. ഇങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് കേസ് കൊടുത്താല് അവിടെ കോടതിയിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈഗിൾ ബ്രോന്റെ ആണ്. ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളത് വക്കീലിനെ വെച്ചിട്ട് അവിടെ വാദിക്കുന്നുണ്ടത്. അല്ലാണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞ കണ്ടന്റ് ആക്കിയിട്ട് ഓപ്പണായി പറയാം, ഇവരൊക്കെ കണ്ടന്റ് ആക്കിയാണ്. അപ്പൊ ഈ കണ്ടന്റ് ആക്കണവർക്ക് വന്ന് ഇതൊക്കെ പിന്നാലെ നടന്ന് തെളിയിക്കേണ്ടതോ ഇല്ല അതിന്റെ ഒരു ഉത്തരവാദിത്തം. അവർ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ വേറെ കണ്ടന്റ് നോക്കി പോകും. ഈ കണ്ടന്റ് ക്രിയേഷന്റെ ഒരു സ്വഭാവമാണ്. അവരൊരു കണ്ടന്റ് ആണ്, അവരൊരു വിഷയം വന്നു റിയാക്ട് ചെയ്ത് അവര് അടുത്ത കണ്ടന്റ് തേടി പോകും. അപ്പൊ അവർക്കൊന്നും ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈഗിൾ ബ്രോൻ തന്നെയാണ്. അപ്പൊ അതും ഞാൻ ഇപ്പൊ നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യാ ഇപ്പൊ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഡിഫമേഷന് മാത്രം ലീഗലായിട്ട് മൂവ് ചെയ്യേ. വ്യക്തമായിട്ട് ആരെങ്കിലും
ഒരു തെളിവോ ഇല്ലെങ്കിൽ എന്ത് നേരത്തെ പറഞ്ഞ കേസിലേക്ക് തോന്നുന്നു ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡിഫാമേഷൻ പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇനി വെറുതെ പോയാലും നിങ്ങളുടെ പൈസ പോവാന്നല്ലാണ്ട് എന്ത് ചെയ്തു ഒന്നും നടക്കുന്നില്ല. ഇനി ബാക്കി ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഫേക്ക് ഇൻഫോ ഇതുപോലത്തെ അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. സുനിലോജി ഇതിന്റെ കമന്റ് സെക്ഷൻ കാണണം കേട്ടോ ഗൈസ്. ഈഗിൾ NDMA ഡീലർ എന്തൊക്കെയാണ്. ഞാൻ ഒരു സത്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. ഈ സ്ഥിരം ഇങ്ങനത്തെ ഉമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടുന്നേ. എന്തെങ്കിലുമൊക്കെ മര്യാദക്ക് ചെയ്ത് മര്യാദക്ക് ഇത്രയും നാളെ നിന്ന ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹോണ്ട് ചെയ്യണത്. ലിറ്ററലി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടിട്ടാ. എന്തെങ്കിലും അതൊരു കാര്യം കേട്ടോ. സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ന്യൂട്രലായിട്ട് ഒരുവിധം കുറെ ആൾക്കാരുണ്ട്. ആരാ എയറിൽ കയറിയില്ല അവരെ നേരെ പിന്നാലെ നടന്ന് എയറിൽ കയറ്റാനും അവരെ സൈബർ ബുള്ളി ചെയ്യാനും. ഇപ്പൊ സംഭവം ഇന്നലത്തെ ലൈവ് കണ്ടപ്പോ തന്നെ സംഭവം മനസ്സിലായിരുന്നു. ഇതിപ്പോ ഈഗിളും ഇപ്പൊ നൈസായിട്ട് ഇത് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോ ഈഗിളിനെയും കുറച്ച് ആകെ കുറെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, ഹാപ്പി വിഷു പറയുന്നു, ഹാപ്പി ഓണം പറയുന്നു. അങ്ങനെ അമ്മാതിരി സാധനങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ആർക്കാ ഇപ്പൊ കുറെ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് മേലെ നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് വലിച്ച് താഴെ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ്. കുറെ ആൾക്കാർ ഇപ്പൊ ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നെഗറ്റീവ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി മാത്രം ചകഞ്ഞിരിക്കുന്ന ആൾക്കാർ. ഇത് ഞാൻ ഈഗിളിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാരണം ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്. ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരില് ഇതിന് മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും കുറച്ച് പൊന്നിക്കുന്ന ആൾക്കാരെ കണ്ട അവർ നേരെ വലിച്ച് കീറിയിടുക. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ മേ ബി ആളൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈഗിള് മേ ബി മേടിച്ചിട്ടില്ലാതിരിക്കാം. നമുക്ക് ഒന്നും എൻ്റെ ഒരു പ്രൂഫും ഇല്ല. ഞാൻ ഇതിൽ എന്ത് ചെയ്ത് അപ്പൊ ഇതിലെന്ന് വെച്ചപ്പോ എനിക്ക് എന്റെ ഒരു തോട്ട്സ് ഷെയർ ചെയ്തു മാത്രം. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ആളോട് വൈരാഗ്യം ഇല്ല ശരിക്കും പറഞ്ഞ. ഞാൻ എന്റെ കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്യാൻ മാത്രമാണ്. ഇന്നലെ ഞാൻ ലൈവ് കണ്ടിരുന്നു. ലൈവ് കണ്ടപ്പോൾ മെസ്സേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിൽ എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ഫോളോവേഴ്സ് മാത്രം മെസ്സേജ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ചോദിച്ചായിരുന്നു. എന്റെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യാനും മാത്രമാണ് വീഡിയോ വന്നത്. അല്ലെങ്കിൽ ഇതിലും ഞാൻ എന്റേതായ ഒരു കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്തു മാത്രം. അല്ലാണ്ട് ഇത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ. എന്താണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് കേറി കുറച്ച് അപരാധങ്ങളും വിളിച്ചു. അങ്ങനത്തെ സംഭവമായിട്ടല്ല ഞാൻ ഇന്ന് ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ ഇന്ന് വന്നതോ. കുറച്ച് എന്റെ തോട്ട്സ് ഷെയർ ചെയ്ത് മാത്രം. ഞാൻ ക്ലാരിഫൈ ചെയ്യണത് പലർക്കും പല രീതിയിൽ തോന്നാം. അല്ലെങ്കിൽ വ്യക്തി ഇപ്പൊ അസ്കർ ടക്കി ചെയ്ത പോലെ എന്ത് ചെയ്ത് വ്യക്തി വൈരാഗ്യം തീർത്തുന്നോ അങ്ങനെ പലർക്കും എങ്ങനെ വേണമെങ്കിലും എങ്ങനെ ചിന്തിക്കാം. ഇങ്ങനെയും കുറച്ച് വശങ്ങളുണ്ട് എന്ന് ഞാൻ കാണിച്ചു മാത്രം. ഓക്കെ.